രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, അവരെല്ലാ സമയവും എനർജറ്റിക് ആയിരിക്കും. അവർക്ക് ക്ഷീണമേ ഇല്ലയോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ക്ഷീണമുണ്ടെങ്കിലും അവർക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അവർ ക്ഷീണിതരായാൽ അണികളും ക്ഷീണിതരായി അല്ലേ. ശരിക്കും ഒരു സ്ട്രോങ് ലീഡറാണ് ബാക്കിയുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ എനർജി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ആൾക്കാരെ കാണുമ്പോൾ എനർജി കിട്ടുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് പറഞ്ഞതിലാണ് നമ്മുടെ ആൾക്കാരിൽ നിന്നും എനർജി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ് നമുക്ക് ലഭിക്കുക. ഇപ്പം നമ്മളൊരു ചെറിയ ഗ്യാങ് എടുത്താൽ പോലും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലീഡർ ശരിക്കും നമ്മുടെ ഒരു പൾസ് അറിയുന്ന ആളായിരിക്കും. രാഷ്ട്രീയക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു പ്രത്യേകത ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, അവർക്കൊരിക്കലും പ്രായമാകില്ല. എപ്പോഴും ഭയങ്കര, എപ്പോ കണ്ടാലും ഭയങ്കര ചെറുപ്പമായിട്ട് വലിയ യുവത്വവും പ്രസരിപ്പും എല്ലാം നിലനിർത്തുന്ന ആൾക്കാരാണ്. എനിക്ക് അതിലൊരു വലിയ സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ, പലപ്പോഴും ഞാൻ ഈ ഇതിനൊക്കെ പോകുമ്പോൾ, നമ്മൾ പണ്ട് ഇതിന് പോകുമായിരുന്നല്ലോ, കോമ്പിയറിങ്ങിന് പോകുമായിരുന്നല്ലോ, പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ഒക്കെ പ്രോഗ്രാംസിന് കോമ്പിയറിങ്ങിന് പോകുമ്പോൾ എപ്പോഴും അവർക്ക് കൊടുക്കുന്ന റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇളനീരാണ്. ഇളനീരിൽ ഒത്തിരി ഒളിഞ്ഞിരിപ്പുണ്ട് രഹസ്യം. ഇവരുടെയൊക്കെ ഉറക്കവും തന്നെ ഒരു 4-5 മണിക്കൂറിൽ പരിമിതപ്പെടുത്തിയേക്കാണ് അല്ലേ. കാരണം ഇത്രയും ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നിരന്തരം ഇടപെടുന്നു. അത് പ്രതിപക്ഷത്തിലായാലും ഭരണകക്ഷിയിലായാലും എല്ലാവരും നിൽക്കുന്നവർ എപ്പോഴും ആക്റ്റീവാണ്. ഇവരുടെ രാത്രിയുടെ ഉറക്കം ഇത്രയും ചെറുതാണെങ്കിൽ പോലും അവർക്ക് പവർ നാപ്പുകളുണ്ട്. പവർ നാപ്പ് എന്ന് പറയുന്നതും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ എനർജി തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവരെങ്ങനെ അവരുടെ എനർജി നിലനിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ചെറിയ സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. സാറിൻ്റെ പേരിൽ എന്തോ ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് അറിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയുക? പേരിൽ പ്രത്യേകിച്ച് മാറ്റമല്ല. അതിനകത്ത് സാധാരണ നൈമോളജി എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതിന് പേരിലുള്ള ചെറിയ ചെറിയ അക്ഷരങ്ങളുടെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒത്തിരി ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കാലം കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് മാളയിൽ താമസിക്കുന്ന ഒരു അദ്ദേഹമുണ്ട്, തിക്കൃഷി സുമർ സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം കുറേ കാലം കൊണ്ട് ഇത് പറയുന്നുണ്ട്, സാർ ഇന്ന് പേര് മാറ്റണം എന്ന് പറയാറുണ്ട്. പെട്ടെന്നൊക്കെ ഒരു മനുഷ്യൻ്റെ പേര് മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ആ പേരിന് സൂട്ടബിളായിട്ടുള്ളൊരു പേര് കിട്ടിയപ്പോൾ, അതായത് MB ഷാജി കൃഷ്ണ എന്നാണ്. ശരിക്കും ഷാജി കൃഷ്ണൻ എന്നായിരുന്നാണ് എൻ്റെ പേര്. അതിൽ MB ഷാജി കൃഷ്ണ എന്നാണ് ഇപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അതിൽ അങ്ങനെ വശപ്പോൾ ഒത്തിരി നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് അതിനകത്തുണ്ട്. MB ഷാജി കൃഷ്ണൻ എന്ന് പറയും മുകുന്ദവിലാസത്തിൽ ബാലകൃഷ്ണൻ നായർ മകൻ ഷാജി കൃഷ്ണൻ എന്നാണ്. എല്ലാവർക്കും കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ നൈമോളജി, കാരണം അതിൻ്റെ ശബ്ദം പോകുന്ന രീതി അനുസരിച്ചുള്ള ഇതാണ്. ആ പേര് വിളിക്കുമ്പോൾ അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ശബ്ദങ്ങൾ വരാതെ ശ്രദ്ധിച്ച് ഒരു പേര് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും പേര് നമ്മൾ പേരിടുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ പല വീടുകളിൽ ഞാൻ പോകുമ്പോൾ ഓരോരുത്തരുടെ പേര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പേരൊക്കെയാണ് ഓരോരുത്തർ. പലയിടത്തും ചോദിക്കും, നിങ്ങൾ എന്താ ഈ പേര്, ആരെങ്കിലും ന്യൂമറോളജിക്കലായിട്ട് നോക്കിയിട്ട്. ന്യൂമറോളജിയുടെ ഇതനുസരിച്ച് പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതിനുള്ള പ്രൊണൗൺസിയേഷൻ, വരുന്നൊരു ഒരു ശബ്ദ തരംഗങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത് വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പേരിനൊരു ചേഞ്ച് വന്നത്. MB ഷാജി കൃഷ്ണ ഉണ്ട്, ഡോക്ടർ ഷാജി കെ എന്നായിരുന്നാണ് പേര്. അതിൻ്റെ എന്താ പറയുക, ഒഫീഷ്യലി അങ്ങനെയാണ് വിളിക്കുന്നത്. MB ഷാജി കൃഷ്ണ എന്നല്ല വയ്ക്കുന്നുണ്ട്. അത്രമാത്രമേ നമുക്ക് അതിനകത്തുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അടുത്തൊരു കത്തുണ്ട്, ഞാനൊന്ന് വായിക്കാം. സാർ, ഞാൻ മീരാബായി, ഇപ്പോൾ കോഴിക്കോടാണ് താമസം. എനിക്ക് വയനാട് പുൽപ്പള്ളിയിൽ 3.5 ഏക്കർ പുരയിടവും അതിലൊരു വീടുമുണ്ട്. ഞാൻ ഒത്തിരി നാളായി ആ വസ്തു വിൽക്കുവാൻ ശ്രമിക്കുന്നു. ഇതുവരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്ക് അത് വിൽക്കുവാൻ സാധിക്കുന്നില്ല. ഒരു പഴയ ഷീറ്റിട്ട വീടാണ്. കറണ്ടും ലാൻഡ് ഫോൺ കണക്ഷനും ഉണ്ട്. ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഇപ്പോൾ 10 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്നു. ഇത് വിൽക്കുവാൻ ഫെങ് ഷുയി പ്രകാരം എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? സാറിൻ്റെ വിലയേറിയ അഭിപ്രായത്തിനായി കാത്തിരിക്കുന്നു. ഇതിനകത്ത് 1-2 വിഷയങ്ങൾ ഇത് ലെറ്റർ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായത്. ഒന്ന്, 10 വർഷമായിട്ട് വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെയല്ലേ ലെറ്ററിൽ വായിക്കുന്നത്? 10 വർഷമായിട്ട് വീട് പൂട്ടിയിട്ടിരിക്കുക. അപ്പം ശരിക്കും അവർ ജനിച്ചു വളർന്ന അവരുടെ ബേസാണത്. ഇപ്പോൾ
കോഴിക്കോടാണ് താമസം, വയനാടാണ് ഈ ഒരു 3.5 ഏക്കർ സ്ഥലമുള്ളത്. ഈ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാറുണ്ട്. കാരണം അവർ ജനിച്ചു വളർന്ന വീട്, തറവാട് വീടൊക്കെ പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. പക്ഷെ നടക്കത്തില്ല. ഇത് എത്ര വർഷം കൊണ്ട് ശ്രമിക്കുന്നു? 3 വർഷം കൊണ്ട് അല്ലേ? 3 വർഷം കൊണ്ടാണ് ഇത് വിൽക്കുവാൻ വേണ്ടി അവർ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് വിറ്റുപോകാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഒരു വസ്തു വിറ്റ് പോകാത്തത്? അതിനകത്ത് ഒരു ഐതറിക് തോട്ട്, പിന്നെ മീൻസ് ഒരു ആത്മബന്ധം ഒക്കെ നിലനിൽക്കുന്ന വസ്തുക്കൾ, അത് ഏത് മതവിഭാഗക്കാരായിക്കോട്ടെ. ഇപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നമുക്ക് ഇപ്പം പരമ്പരാഗതമായിട്ട് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റു പോകാൻ പറ്റാത്തത് മറ്റ് ഒരു ആത്മബന്ധം അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് പിതൃക്കളുടെ ഒരു പിതൃക്കളുടെ ഒരു ആഗ്രഹം ആ വസ്തുവിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് വിറ്റുപോകാൻ കഴിയാത്തത്. കാരണം എത്രത്തോളം ആൾക്കാർക്ക് അത് വിശ്വാസമുണ്ടോ ഇല്ലയെന്നൊന്നും അല്ല, ഞങ്ങൾ പല അനുഭവങ്ങളിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഒരു ഐതറിക് തോട്ട്, അതായത് അവരുടെ ഒരു ആത്മബന്ധം ആ വസ്തുവിൽ കണക്റ്റഡാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ വിറ്റുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി എത്ര സൂട്ടബിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വിറ്റ് പോകുന്ന സ്ഥലത്തായിരുന്നാൽ പോലും ഇങ്ങനെയുള്ള കണക്ഷൻ ഉള്ള വസ്തുക്കൾ പെട്ടെന്ന് നമുക്ക് വിറ്റുപോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു വസ്തു വാങ്ങി, വളരെ ബുദ്ധിമുട്ടി വാങ്ങിച്ചതെന്ന് വെച്ചോളൂ. പിൽക്കാലത്ത് അത് കുട്ടിക്ക് കൊടുത്തു, ആൾ മരണപ്പെട്ടു പോയി. കുട്ടിയുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അത് പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് സംഭവിക്കും. അത് ഈ ഒരു പിതൃക്കളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ പിതൃകോപമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വസ്തുവിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. കാരണം അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല 10 വർഷം കൊണ്ട് വീട് അടച്ചിട്ടേക്കുകയാണെന്നാണ് പറയാറ്. അപ്പോൾ സാധാരണ 10 വർഷം കൊണ്ട് അടച്ചിട്ടേക്കുന്ന, അവർ ജനിച്ചു വളർന്ന വീട് 10 വർഷം കൊണ്ട് അടച്ചിട്ടേക്കുമ്പോൾ ആ വീട്ടിലോട്ട് പോകാറുണ്ടാവത്തില്ല. അവിടെയൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ കാടും പടപ്പും പിടിച്ച് കിടക്കുന്ന ഒരു വീടും നമുക്ക് വിറ്റുപോകാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഏതെങ്കിലും ഒരു വീട് കാടും പടപ്പും പിടിച്ച് കിടക്കുന്ന ഒരു വീട് ഒരിക്കലും അവർക്ക് വിറ്റുപോകാൻ അത് പറ്റത്തില്ല. ഒരു വസ്തു ആയിരുന്നാൽ പോലും നമുക്ക് വളരെ നീറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ വന്ന് കണ്ട് വസ്തു വാങ്ങുള്ളൂ. അതൊരു ആത്മബന്ധമാണ്. കാരണം നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ നമ്മളൊരു അട്രാക്ഷനാണ്, നമ്മളെ ആ വസ്തുവിലോട്ട് നമ്മൾ വിളിക്കും. കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്, അല്ലെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് എന്ന് പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു വൈബ്രേഷൻസ് നമുക്കുണ്ടാവും. ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യും. അതെന്താ പ്രശ്നം? ആ വീട് നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിലായതുകൊണ്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ വീട് ഒരാളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ വീടിൻ്റെ ചുറ്റുപാടും എപ്പോഴും നീറ്റായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയാണോ അത് ഉപയോഗിച്ചത് അതേ രീതിയിൽ ക്ലീനായിട്ട് ഇട്ടേക്കണം. ഉണ്ട് ഇപ്പം കറണ്ടും ലൈറ്റും ടെലിഫോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും വേണോ ഒരു വീട്ടിൽ നമുക്കുണ്ടാവാം. പഴയ ഷീറ്റിട്ട വീടാണ്. ഇപ്പം കോഴിക്കോട് താമസിക്കുന്ന ഒരാൾക്ക് അതുവരെ പോയി അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും അത് ആ വീടും പരിസരവും ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം ഈ 3.5 ഏക്കർ പുരയിടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, വയനാടൊക്കെ അല്ലയോ, വല്ല കുരുമുളകോ എല്ലോ ഒക്കെ ആയിരിക്കാം. അത് ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ വസ്തു പെട്ടെന്ന് വിറ്റുപോകാൻ പറ്റും. പിന്നെ രണ്ടാമത് ഫെങ്ഷുയി മുഖേന നമുക്കതെന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു തരാം. അതിനകത്ത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. ആ വീടിൻ്റെ 4 ദിശകളിൽ നിന്നും 4 നുള്ള് മണ്ണെടുക്കുക. 4 ദിശകളിൽ വിറ്റുപോകാൻ ഉള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്. ആ വീടിൻ്റെ 4 ദിശകളിൽ നിന്നും 4 നുള്ള മണ്ണെടുക്കുക. ആ വീട്ടിൻ്റെ ഉള്ളിൽ അവരുടെ അടുപ്പിൽ എന്തെങ്കിലും പഴയ ഇത്രയും 10 വർഷമായിട്ടൊന്നും അത് കാണത്തില്ല, ചാരമൊന്നും കാണത്തില്ല, എന്നാലും എന്തെങ്കിലും ഇട്ട് ഒരു കാപ്പി തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ഇടുകയൊക്കെ ചെയ്തതിന് ശേഷം ആ കട്ടൻ ചായ തിളപ്പിക്കാൻ ഉപയോഗിച്ച ആ ചാരം കുറച്ചെടുക്കുക. ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഫർണിച്ചർ, പഴയ സ്റ്റൂളോ അല്ലെങ്കിൽ കസേരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഫർണിച്ചറിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതായത് 4 ദിശകളിൽ നിന്ന് മണ്ണെടുക്കുക. അതിൻ്റെ ആ വീടിൻ്റെ അകത്ത് അടുപ്പിൽ നിന്ന് അല്പം ചാരം എടുക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഫർണിച്ചറിൽ നിന്ന് ഒരു പീസ് തടി കട്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അതിലുള്ള ജനാലയോ വാതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സ്ക്രൂ,
മീൻസ് ഇത് നമ്മളിപ്പം വിജാവരി ഫിറ്റ് ചെയ്യുന്നില്ലയോ, അതിൽ നിന്നൊരു സ്ക്രൂവും അഴിച്ചെടുക്കുക. ഈ 4 ഐറ്റം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. മണ്ണ്, ചാരം, വുഡ്, തടി, അതേപോലെ തന്നെ മെറ്റൽ, ഇരുമ്പ് പീസ് എന്ന് പറയുമ്പോൾ സ്ക്രൂ ആണ്. ഇത് 4ഉം കൂടെ ഒരു റെഡ് കളർ ക്ലോത്തിൽ പൊതിയുക. ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ഒഴുകുന്ന ജലം, ഈ ഒഴുകുന്ന ജലവും ഈ കെട്ടിക്കിടക്കുന്ന ജലവും 2 ഈ ഒഴുകുന്ന, അതായത് ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദൂരമെങ്കിലും ഒഴുകി പോകണം. അതിനു വേണ്ടിയാണ് ഒഴുകുന്ന ജലത്തിൽ നമ്മൾ മുട്ടളവ് വെള്ളത്തിൽ ഇറങ്ങി നിന്നതിന് ശേഷം നമ്മൾ പുറംതിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ ഇടത് സൈഡ് ഈ ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇത്രയും കെട്ടി വെച്ചിരിക്കുന്ന ഈ 4 ഐറ്റത്തെ പുറകോട്ട് എറിയുക. അത് വെള്ളത്തിലാണ് വീഴേണ്ടത്. പുറകോട്ടിട്ടതിന് ശേഷം നമ്മൾ തിരിഞ്ഞ് കയറിപ്പോവുക. തിരിഞ്ഞ് നോക്കരുത് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള പഞ്ചധാതുക്കളാണ് നമ്മളിപ്പോൾ എടുത്തത്. അതായത് എർത്തുണ്ട്, വുഡുണ്ട്, മെറ്റലുണ്ട്, ചാരം എന്ന് പറയുന്നതും എർത്ത് എനർജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ റെഡ് കളർ ഫയർ എനർജി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെന്ന് വെള്ളത്തിൽ നമ്മൾ ഒഴുക്കുമ്പോൾ അതിനകത്ത് വാട്ടർ എനർജി, അവിടെ ഈ പഞ്ചധാതുക്കളെ ക്രമീകരിക്കുവാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തുള്ള എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതോടെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ വസ്തു വിൽക്കുന്നതിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റും. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമായ എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിൽ ഞാനുണ്ടാവും. അവിടെ വിളിച്ചിട്ട് വരിക. നമസ്കാരം.